ഈ പ്രാവശ്യം എറണാകുളത്തേക്ക് പോകാൻ ഒരു ബസ് ബുക്ക് ചെയ്തു. ഹയ്യ ഈ ബസ്സല്ല കേട്ടോ, വേറെ ബസ്. KR മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ വന്ന് കുത്തിപ്പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. ഇരുന്ന് പേരുറച്ചതും ദാ വന്ന് നമ്മുടെ വണ്ണസ്. ഒരു സമയം കേരളം ഭരിച്ചിരുന്ന മുതൽ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം ഇവിടുന്നൊക്കെ വരാറുണ്ട് കേട്ടോ ഗൈസ്. ഇത് 7:30 ഇന്റർസിറ്റി സ്മാർട്ട് ബസ് ആണ്. കഴുത്തിനിടിയുള്ളത് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. 8:30 ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തത്. സ്മാർട്ട് ബസ് എന്ന് പേര് കേട്ടുകൊണ്ട് ആരും വിചാരിക്കേണ്ടത് ഇലക്ട്രിക് വണ്ടിയാണ്. ഇത് ഇലക്ട്രിക് വണ്ടിയല്ല, അശോക് ലേലൻഡിന്റെ വണ്ടിയാണ്. കംഫർട്ട്, ആ പൈസക്കുള്ള കംഫർട്ട് തരുന്നുണ്ട്. 8:30 ആയതും നമ്മൾ ഇന്റർസിറ്റി സ്മാർട്ട് ബസ് വന്നു. കൽപ്പന വീതിതൻ ചിത്രഗോപുരങ്ങളിൽ നിർത്തരേ അകത്തേക്ക് കയറിയതും നല്ല സ്പേഷ്യസ് ആയ നല്ല 700 രൂപയ്ക്കുള്ള മുതൽ. ഞാൻ 700 എടുത്തുള്ളൂ. 700 രൂപയ്ക്കുള്ള മുതലുണ്ടായത്. ഞാൻ ഹാപ്പി ആയി ഗൈസ്. സീറ്റ് അസിസ്റ്റഡ് മൊബൈൽ ചാർജർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവർ തരുന്നുണ്ട്. 700 രൂപയ്ക്കകത്ത് തന്നെ എല്ലാവരും തരുന്നുണ്ട്. പിന്നെ സ്നാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. കാരണം 700 രൂപയ്ക്ക് വെള്ളം മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരത്ത് പ്രവാസികൾ താമസിക്കുന്ന ഒരു ഏരിയയിലാണെന്ന് തോന്നുന്നു നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മളിവിടെ ഉണ്ട്. പറയുമ്പോൾ ഈ മനുഷ്യനെ പറ്റി പറയണം കേട്ടോ. അഹങ്കാരമില്ലാത്ത, കസ്റ്റമറിനെ അത്രയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടം ഈ പുള്ളിയാണ്. കാരണം പുള്ളി അടിപൊളിയാണ്. പറഞ്ഞ പോലെ തന്നെ രാവിലെ ആയപ്പോൾ നമ്മൾ എറണാകുളം എത്തി. എറണാകുളത്തിന്റെ കഠോരമായ റോഡുകളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ മുള്ളൽ ദേവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒന്ന് കയറി നോക്കാന്ന് വെച്ചു. വാഷ്റൂം കയറി നോക്കി. നല്ല ഹൈജീൻ ആയിട്ടുള്ള വാഷ്റൂമാണ്. ആരും രണ്ടിന് വന്നിക്കേണ്ട, ഒന്നിന് മാത്രമേ ഇതിൽ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇന്റർസിറ്റിക്ക് സുലാൻ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് സീറ്റ് ഇരിക്കാൻ നോക്കണ്ട, ഭയങ്കര ചൂടാ.